Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. എല്ലാം ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കൊച്ചു കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ക്യാമറയും കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ പോലെ തന്നെ രാവിലേക്ക് ചായയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ദോശയും പിന്നെ ചമ്മന്തിയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉള്ളി ഉരിക്കുന്നതാണ്. തേങ്ങ ഇന്നലെ തന്നെ തിരികെ വെച്ചിരുന്നതുകൊണ്ട് തന്നെ അതും എടുത്തിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ ഇട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് കടുവും കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചതിന് ശേഷം ഇത് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ പകുതി ചെയ്തുകൊണ്ടിരുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർമോൾ ഉണർന്നെന്ന് നിൽക്കുക വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയും പക്ഷെ നല്ല ഉറക്കത്തിലാണ്. തിരിച്ച് വന്നിട്ടാണ് ഞാൻ ബാക്കി മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് സെറ്റാക്കുന്നത്. ഈ ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ദോശയുടെ മാവ് ഉമ്മ രാത്രി തന്നെ അരച്ച് വെക്കാറുണ്ട്. പിന്നെ രാവിലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ടിരിക്കുമ്പോൾ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയേ ചെയ്യുള്ളൂ. ഉപ്പൊക്കെ ഉമ്മ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചമ്മന്തിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. അയറയ്ക്ക് മാത്രം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ദോശ ചുടാറുണ്ട്. ബാക്കി എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ദോശ ചുടുന്നത്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ ഹാനിയുടെ ഹെയറേറെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാറുണ്ട്. ഞാൻ ഹെയറേറെ തുണി ഇടാറില്ല. ഹാനിയുടെ തുണി മാത്രമേ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടുള്ളൂ. ഹെയറേറെ തുണി ഞാൻ കൈകൊണ്ടാണ് കഴുകാറുള്ളത്. പ്രത്യേകം അവൾക്ക് ലിക്വിഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വന്നിട്ട് ദോശയും സാമ്പാറുമാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ദോശയും സാമ്പാറും കഴിക്കാനാണ് എനിക്കിഷ്ടം. പുറത്ത് വന്നപ്പോൾ അത് കണ്ടിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കായി എണീറ്റിട്ടുണ്ടായി. ഇക്കാക്ക് ചായയൊക്കെ കൊടുത്തിട്ട് നോക്കിയപ്പോൾ നല്ല മഴയും ഇനിയും മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ചായ കുടിച്ച പോരാൻ നിൽക്കുമ്പോൾ പെപ്സിയും കുടിക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് മുരൾ മീനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ മുരൾ മീൻ കഴിക്കുന്നത്. നമ്മളെ വീട്ടിലൊന്നും വാങ്ങാറില്ലായിരുന്നു. പക്ഷെ അത് കറി വെക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കാനും നല്ല എളുപ്പമുള്ള മീനാണ്. പിന്നെ ഇത് ഹാനിയെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ കുറച്ച് നേരം ഇങ്ങനെ റെഡിയാക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ വന്നിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. ഇന്ന് ബീട്രൂട്ട് തോരനും പിന്നെ ഇതാ മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഉമ്മയാണ് വെക്കുന്നത്. മീനൊക്കെ പുരട്ടി വെക്കുന്നത് ഞാനാണ്. പിന്നെ ഉമ്മ ഒരു പ്രത്യേക മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുരട്ടാനായിട്ട് ഇപ്പം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് പുരട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് തൂത്തൊന്ന് വൃത്തിയാക്കുന്നുണ്ട് കിച്ചൺ. അപ്പോൾ അതോടെ എൻ്റെ പണിയൊക്കെ അങ്ങ് തീരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഹാനി ഇത് എവിടെ നിന്ന് ടി വിയും കാണുന്നുണ്ട്, ഐസ്ക്രീമും കുടിക്കുന്നുണ്ട്. അവൾക്ക് ഇടയ്ക്ക് കാപ്പി എന്തെങ്കിലുമൊക്കെ കുടിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കണം. അത് അവൾക്കും ഉണ്ട്. ഹൈറമോള് എന്താ ഉണർന്ന് കിടപ്പുണ്ട്. അവൾ എന്നെ വിളിച്ച് വരുത്തിയതാണ് ഉണർന്നെന്ന് പറഞ്ഞ്. അങ്ങനെ അവൾക്ക് ഞാൻ ഫീഡൊക്കെ ചെയ്തതിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം റൂമൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച്. കുറേ ദിവസമായി പൊടിയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നും വിചാരിക്കും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അങ്ങനത്തെ അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പൊടിയും ജനലിലൊക്കെ ഒരുപാട് പൊടിയുണ്ടായിരുന്നു. ഇതെല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ടച്ചപ്പാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ജനലൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഒന്ന് ഷീറ്റൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്. ഞാനും ഇക്കയും കല്യാണം കഴിഞ്ഞ ടൈമിന് കുറേ തിരക്കി വാങ്ങിച്ച 2 ബൊമ്മയാണ്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് തറയിൽ വീണാൽ പൊട്ടണ രീതിയിലുള്ളതാണ്. അങ്ങനെ 2-3 ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ടൈമിന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇതാ താഴെ കുറേ ടോയ്സൊക്കെ കിടപ്പുണ്ടായി. ഇതെല്ലാം കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. ഹാനി ഓരോ സാധനവും എടുത്ത് ഇതുപോലെ കട്ടിൻ്റെ ഇടയിലിടും. പിന്നീടാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ ഇത് ഹൈറമോളാണെങ്കിൽ ഇതാ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു നോക്കി ഇരിപ്പുണ്ട്. എന്നെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഞാൻ മുകളിൽ കയറുന്നത് എല്ലാം നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാ തൂത്തൊക്കെ റെഡിയാക്കുന്നുണ്ട്. കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ഹാനിയുടെ ടോയ്സിൻ്റെ കുറേ പാർട്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം. അവളെല്ലാം ഇങ്ങനെ തട്ടിപ്പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അങ്ങനെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം എന്താ ഷീറ്റൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കംഫർട്ടറും എല്ലാം വരുന്നത്. പക്ഷെ ഭയങ്കര സുഖമാണ്. മൂടാനായിരുന്നാലും നല്ല കംഫർട്ടബിളുമാണ് നമുക്കത്. ഹാനി അതിൻ്റെ ഇടയ്ക്ക് ബീൻ ബാഗ് കയറി എൻ്റെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് അവൾ ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാനിയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചിട്ട് വന്നു. പിന്നെ ചോറ് കഴിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഹാനിക്കും കൊടുക്കണോണ്ട് തന്നെ ഇന്ന് ഞാൻ റൂമിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ബീൻ ബാഗിലിരുന്ന് അവൾക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഹാനിക്ക് ഞാൻ ചില ദിവസം നേരത്തെ കഴിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഹാനിക്ക് കൊടുക്കുന്നത്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് ലേറ്റായത്. ഹാനി അതാ ടി വിയും കണ്ട് ആസ്വദിച്ച് കിടപ്പുണ്ട്.
കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അങ്ങ് TV ഓഫ് ചെയ്യും. പിന്നെ ഇത് ഹാനിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഹയറേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവർ രണ്ടുപേരും ഉറങ്ങിയ ടൈമിൽ ഞാനും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ടൈം 4 മണിയായിട്ടുണ്ട്. പിന്നെ നേരെ ചായ ഇടാനായിട്ടാണ് പോയത്. വൈകിട്ട് ഇന്നെന്തോ എത്ര പേരുണ്ടായിരുന്നു, 5-6 പേരെന്തേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ ചായ സെറ്റാക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് ചായ ഇടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഹാനി ഹയറെ ഉണരുന്ന മുമ്പേ പെട്ടെന്നിട്ടാൽ എനിക്ക് പിന്നെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെ ചായയുടെ കൂടെ നമ്മൾ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് എടുത്ത് കൊടുക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ വടയൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ അവിടുത്തെ ജോലിക്കാരിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഇത് വേണ്ട, അല്ലാത്ത എന്തെങ്കിലും തന്നാൽ മതി എന്ന്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ബിസ്ക്കറ്റിലേക്ക് മാറിയത്. എന്നിട്ട് ഞാൻ നേരെ വന്നിട്ട് ആനിയുടെ ഹെയറിന് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. ഞാനിവിടെ ക്ലിപ്പിലിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ പുറത്ത് മഴയാകൊണ്ടാണ് ഞാൻ അകത്ത് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ഇട്ടിരുന്ന തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കഴുകി വെച്ചിരുന്ന തുണികൾ കൊണ്ടുവന്ന് വിരിക്കുന്നതാണ്. അപ്പോഴേക്കും എൻ്റെ ഹയറമ്മോൾ ഇതാ ഉണർന്നിട്ടുണ്ട്. ആനി നല്ല ഉറക്കത്തിലാണ്. ഇനി ഹയറയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമാണ്. അങ്ങനെ ഞാൻ കായാണ് കുറുക്കി കൊണ്ടുവന്നത്. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അവൾ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഇങ്ങനെ ബാക്കിലോട്ട് വലിയുന്നുണ്ട്. പിന്നീട് അവളങ്ങ് കഴിച്ചോളും കുഴപ്പമില്ലാതെ. എന്നാലും ആ തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചോറൊക്കെ കഴിക്കാനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളത്. ഏത്തമ്പഴമൊക്കെ ആണെങ്കിൽ അവൾ പിന്നെയും കഴിച്ചോളും. ക്യാമറ ഓണായിരിക്കണോണ്ടാണ് അവൾ നോക്കുന്നത് ഇതെന്താണെന്ന്. അവളെ തന്നെ കാണുന്നുണ്ട്, അതാണ് അവൾ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഞാൻ അവൾക്ക് എങ്ങനെയൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്ത് പോയി നോക്കിയപ്പോൾ തേങ്ങ വെട്ടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതാ തേങ്ങയും ഓലയൊക്കെ ഇതാ താഴോട്ട് എടുത്തിടുന്നുണ്ട്. മുമ്പത്തെ പോലെ അല്ലല്ലോ, ഇപ്പം മെഷീനൊക്കെ വെച്ചാണല്ലോ അവർ മുകളിൽ കയറ്റി തേങ്ങ വെട്ടുന്നത്. അങ്ങനെ ഓലയും വേറെ തേങ്ങയും കരിക്കും എല്ലാം അത് വെട്ടി താഴേക്ക് ഇടുന്നുണ്ട്. ഇവിടെ 3 തെങ്ങാണ് ഉള്ളത്. അപ്പോൾ ഇതാ ആ ഫ്രണ്ടിലത്തെ 2 തെങ്ങിലെയും തേങ്ങയൊക്കെ വെട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ 2 തെങ്ങും മുറിക്കും. കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ കരിക്കൊക്കെ ഇതാ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം വെള്ളമൊക്കെ ഒരു ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. കരിക്കൊക്കെ എടുത്ത് കഴിക്കാനാണ് പരിപാടിയെ. ഹാനിയൊക്കെ ഞാൻ കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് TV കാണുന്നുണ്ട്, ടോയ്സ് എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ കണ്ടില്ലേ മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹൈറിയും കൂടെ ഇക്കാലടുത്ത് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കടയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹാനിയെ നേരത്തെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു വൈകിട്ട് 5 മണിയാകുമ്പോൾ ഹാനി അങ്ങ് പോകും. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും അവൾ വരുന്നത്. അങ്ങനെ ഞാനും ഹൈറയും കൂടെ ഇതാ റോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പണി കുഴപ്പമില്ലാതെ തീരാറായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ മറന്നു പോയെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ റൂം നിറച്ച് ഹാനി ടോയ്സ് വൈകിട്ട് ഇതെല്ലാം അടുക്കി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.